രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. വെറുതെ ഒരു രാഷ്ട്രീയ ചർച്ച എന്നതിലുപരി ആം ആദ്മി പാർട്ടിയുടെ ഇത്തവണത്തെ പരാജയത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? അതായത് നിരവധി വാഗ്ദാനങ്ങൾ നൽകി 3 തവണ മുഖ്യമന്ത്രിയായ ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവായിരുന്നില്ല. ബ്യൂറോക്രാറ്റിൽ നിന്നും നേരെ രാഷ്ട്രീയത്തിലേക്ക് വന്ന് പുതിയൊരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ, ആം ആദ്മി പാർട്ടി എന്നുള്ള നിലയിൽ അവതരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ വിശ്വാസ്യത നേടിയെടുത്ത് രാഷ്ട്രീയത്തിൻ്റെ നിലവിലുള്ള മുഖങ്ങളെയെല്ലാം മാറ്റിമറിച്ച് അരക്കയ്യൻ ഷർട്ടുമിട്ട് ഇൻസൈഡ് പോലും ചെയ്യാത്ത പാൻസ് ധരിച്ച് സാധാരണക്കാരുടെ ബോൾ പെൻ പോക്കറ്റിലിട്ട് സാധാരണക്കാരുടെ വാഹനത്തിൽ മാത്രം സഞ്ചരിക്കുന്ന, കുടുംബസമേതം സിനിമ കാണാൻ വരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു അരവിന്ദ് കെജ്രിവാൾ. അവിടുന്ന് അദ്ദേഹം വളരെയധികം മാറി ഇത്തവണ ജനങ്ങൾ അദ്ദേഹത്തെ തറപറ്റിച്ചു, തൂത്തെറിഞ്ഞു എന്ന് തന്നെ പറയാം. എങ്ങനെ വിലയിരുത്തുന്നു ഡൽഹിയിലെ ഇത്തവണത്തെ ജനവിധി? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ. ഡൽഹിയിലെ ഇക്കൊല്ലത്തെ ജനവിധിയിൽ BJP ആഹ്ലാദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. സ്വാഭാവികമായും ഇത് വിജയിയുടെ അവകാശമാണ് ആഹ്ലാദം എന്നുള്ളത്. പക്ഷെ അതിനപ്പുറത്ത് ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ആ തിരഞ്ഞെടുപ്പ് നൽകുന്ന പാഠങ്ങൾ അതിൻ്റേതായ ഗൗരവത്തോടെ നാം പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കേണ്ടതാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അരവിന്ദ് കെജ്രിവാൾ എന്ന ഒരു നികുതി ഉദ്യോഗസ്ഥൻ, ടാക്സുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ ജോലി ഉണ്ടായിരുന്നത്. സവിശേഷമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു. അതിന് പിന്നിലുണ്ടായിരുന്നത് അണ്ണാ ഹസാരെയുടെ ആ വ്യക്തിപ്രഭാവം തന്നെയായിരുന്നു. പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് കടന്ന രാഷ്ട്രീയ നേതാവായി മാറിയ അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തിൻ്റെ ഈ ആത്മീയ ആചാര്യനെന്നോ രാഷ്ട്രീയ ഗുരുവെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന അണ്ണാ ഹസാരെ അന്ന് തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു, ഇപ്പോഴും തള്ളിപ്പറയുന്നുണ്ട്. അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം എന്നുള്ളത് അത് അണ്ണാ ഹസാരയ്ക്ക് എന്തെങ്കിലും വിഷമമുള്ളത് കൊണ്ടല്ല, ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പിൻബലമില്ലാതെ കേവലമായ ചില വൈകാരികമോ ഒക്കെ ആയിട്ടുള്ള ചില അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വന്നു, വലിയ വിജയം നേടി. അദ്ദേഹത്തിന് ദീർഘകാലം BJP ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയെ പുറത്താക്കാൻ കഴിഞ്ഞു. ഷീലാ ദീക്ഷിതിൻ്റെ ഒക്കെ അന്നത്തെ അവസ്ഥ നമുക്കറിയാം. പക്ഷെ ഒരു സമാനതയുള്ളത്, അന്ന് ഷീലാ ദീക്ഷിത് ഭരണം നഷ്ടപ്പെട്ട് പുറത്തു പോയപ്പോൾ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങൾക്ക് വിധേയയായിരുന്നു. ഇന്നിപ്പോൾ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തി അധികാരത്തിലെത്തിയ കെജ്രിവാളും അഴിമതിയുടെ പേരിൽ ദീർഘകാലം ജയിലിൽ കിടന്ന മുഖ്യമന്ത്രി എന്ന ഖ്യാതി കൂടി നേടിയെടുത്തു. മുന്നൊക്കെ പലതും നമുക്ക് വിശദീകരിക്കാൻ ഉണ്ടാകുമായിരിക്കാം. പക്ഷെ അതിനപ്പുറത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ജനങ്ങൾക്ക് വേണ്ടത് റിസൾട്ടാണ്. ജനങ്ങൾക്ക് റിസൾട്ട് കിട്ടാതെ വരുമ്പോഴുള്ള ഒഴികഴിവുകളില്ല. ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹി ഭരണം നടക്കാത്ത അവസ്ഥയുണ്ട്. അവിടെ കേന്ദ്രത്തിൻ്റെ അവഗണനയുണ്ട്. കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ഒക്കെ ജയിലിലായിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെയെങ്കിൽ കേന്ദ്രം ഭരിക്കട്ടില്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തന്നെ ഭരിക്കട്ടെ എന്നും ഡൽഹിയിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകുമായിരിക്കാം. അതിന് ഓരോ പരാജയം ഉണ്ടാകുമ്പോഴും അവിടെ നിരവധിയായ കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളെ വളരെ നിർവികാരതയോടെ അപഗ്രഥിക്കുമ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ശരിയായ നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുക.